ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബോ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിലുണ്ട്. അപ്പോൾ ഈ എല്ലാ സൈസിന് ഞാൻ വേറെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ വലിയ സൈസിലാണ്. ബിഗ് ബോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോൻ്റെ ഹൂക്കും ഞാനും ചേഞ്ച് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സൈസസും ചേഞ്ച് വരും. പിന്നെ ഇത് അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കോട്ടണിലോ വേറെ ഇതാകുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന അലേസി ബേബി വെസ്റ്റ്. ഇത് 90% അക്രിലിക്ക് 10% ബാമ്പു ആണ്. നിങ്ങൾക്ക് ഏത് യാനും യൂസ് ചെയ്യുക, ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തത് 2 to 4 ആണ് ഹുക്ക് സൈസ്. ഞാൻ 4 mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വലിയ ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം, ബിഗ് ബോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാജിക് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാജിക് റിംഗ് നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നുണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഈ എൻഡ് യാനെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ വർക്കിംഗ് യാനെ ഇങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ട് വരാം. ഇതിനെ ഇങ്ങനെ എക്സ് ആയിട്ട് കൊണ്ടുപോവുക, റാപ്പ് ചെയ്തിട്ട് പിന്നെയും എക്സ് ആയിട്ട് കൊണ്ടുപോവുക. ബാക്ക് സൈഡ് ഈ ഫിംഗറിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഹൂക്കിനെ ഇതിൻ്റെ അകത്തേക്കിടാം. ഈ യാനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരാം. പിന്നെ വലിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ യാനിൽ ഒരു ചെയിൻ ഇടാം. ഞാൻ എടുത്തിട്ടിടുന്നു, ഇങ്ങനെ ചെയിൻ ഇടാം. ഇതാണ് മാജിക് റിങ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 6 ചെയിനാണ്. അപ്പോൾ ഓൾറെഡി ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ 2, 3, 4, 5, 6. ഇപ്പോൾ ഇത് 6 ചെയിനാണ്. പിന്നെ 6 ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. ഫസ്റ്റ് യാൻ ഓവർ ചെയ്യാം 1 ടൈം, പിന്നെയും അത് യാൻ ഓവർ ചെയ്യാം 2 ടൈം, പിന്നെയും യാൻ ഓവർ ചെയ്യാം 3 ടൈം. ടോട്ടൽ 3 ടൈം യാൻ ഓവർ ചെയ്യാം. പിന്നെ ഈ മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് പോവുക, യാൻ എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഞങ്ങളെ ഹൂക്കിൽ ടോട്ടൽ 5 ആണുള്ളത്. നോക്കിയാൽ 1, 2, 3, 4, 5 ആണുള്ളത്. ഞങ്ങൾ ആദ്യത്തെ രണ്ടിനെ എടുക്കുക. ഫസ്റ്റത്തെ ആദ്യത്തെ രണ്ടിനെ യാൻ ഓവർ ചെയ്തിട്ടെടുക്കുക. പിന്നെ നെക്സ്റ്റ് യാൻ ഓവർ ചെയ്തിട്ട് പിന്നെയും 2 എടുക്കുക. പിന്നെ നെക്സ്റ്റ് യാൻ ഓവർ ചെയ്തിട്ട് പിന്നെയും എടുക്കുക. ഇപ്പം നമുക്ക് 3 ടൈംസ് വന്നു. 1, 2, 3. പിന്നെയും എടുക്കുക. അപ്പോൾ 4 ടൈമാണ് എടുത്തത്. 1, 2, 3, 4. അങ്ങനെ 4 ടൈം യാൻ ഓവർ ചെയ്യുക. പിന്നെ ഞാൻ കാണിക്കുക. 1, 2 and 3 ടൈം ഹൂക്കിലേക്ക് ഇങ്ങനെ യാൻ ഓവർ ചെയ്യുക. മാജിക് റിങ്ങിനെ ശ്രദ്ധിക്കുക. ഈ മാജിക് റിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ ഈ 2 യാന് ഇങ്ങനെ ഉണ്ടാവണം. ഈ സിംഗിൾ യാനല്ല, 2 യാൻ ഉണ്ടാവുന്നു. ഞാൻ ഇങ്ങനെ വലിച്ചാൽ അത് മൂവ് ആണ്. ഓക്കെ, യാൻ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മാജിക് റിങ്ങിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരാം. ടോട്ടൽ ഇപ്പോൾ 1, 2, 3, 4, 5 ഉണ്ട്. ഫസ്റ്റ് 2 എടുക്കാം, ഞാൻ അവിടെ ഇത് പിന്നെ 2 എടുത്തു. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അങ്ങനെ 4 ടൈമാണ് എടുത്തത്. അപ്പം 4 തവണ ഇങ്ങനെ എടുക്കേണ്ടി വരും. ഇതാണ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ. ഇത് നമുക്ക് ഇനി ടോട്ടൽ 6 ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 2 കഴിഞ്ഞു.
2 3 4 5 last one and ഇവിടെ 6 ഇപ്പോൾ 1 2 3 4 5 6 ആണുള്ളത് പിന്നെ ഞാൻ 6 ചെയിൻ ഇടുന്നു 1 2 3 4 5 6 ചെയിൻ ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം ഇങ്ങനെ പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം പിന്നെ ഇതിലേക്ക് ഇടാം സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് അടുത്ത് എഴുതാം ഇപ്പോൾ ടോട്ടൽ ഇത് ഒരു സൈഡിൻ്റെ ബോർഡ് വൺ സൈഡായി പിന്നെ ഞങ്ങൾ ഇപ്പോൾ 6 ഇനി ഓപ്പോസിറ്റ് സൈഡാണ് 6 ചെയിൻ 6 ആണ് അപ്പോൾ 6 ചെയിൻ ഇടാം 1 2 3 4 5 and 6 പിന്നെ ഇതേപോലെ 6 ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ഇടാം ഞങ്ങൾ 6 ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ഇടാം yarn over 2 time 3 time yarn over ചെയ്യുക ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊണ്ട് പോവുക ഫസ്റ്റ് 2 പിന്നെ 2 പിന്നെ 2 പിന്നെ 2 അപ്പോൾ 6 ടൈം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നോക്കിയാൽ 1 2 3 4 5 6 ആയി ഇപ്പോൾ ചെയിൻ 6 1 2 3 4 5 and 6 ഓക്കെ അപ്പോൾ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇതിൽ ഇടാൻ പോകുന്നുണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു ഇതിനെ കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരാം ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഈ എൻഡ് ചെയ്യാനുണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടാവും ഈ എൻഡ് ചെയ്യാനെ ഇങ്ങനെ വലിക്കാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ചെയിൻ 1 ഇടാം വർക്കിംഗ് ചെയ്യാനാണ് ചെയിൻ 1 ടൈറ്റ് ചെയ്യാം കുറച്ച് വലുത് വലിക്കാം ടെയില് കുറച്ച് വലിയത് വലിക്കാം ഇങ്ങനെ എന്നിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഒരു വലിയ പീസിൻ്റെ വലിയ യാൺ കട്ട് ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഈ മാജിക് റിങ്ങിൻ്റെ യാനെയും എൻഡ് യാനെയും ഈനെയും ഒന്ന് ടൈ ചെയ്യുന്നു സിംഗിൾ ടൈം ഒരേ തവണ ഒരു 1 നോട്ട് ഇടാം ടൈറ്റല്ല ലൂസിലായിട്ട് ഇടാം ഓക്കെ ഇപ്പം ഞാൻ ഈ ഹോളിനെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ചെയ്യാം പക്ഷെ ഞാനിവിടെ ഈ യാനിനെ റാപ്പ് ചെയ്യുന്നു ഇങ്ങനെ 1 2 ഈ വലിയ യാനുണ്ടല്ലോ അതിനെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നു കുറേ ടൈറ്റിൽ വലിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഈ ഹോളൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് റാപ്പ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര റാപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എൻ്റെ റാപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാനിന്ന് ബാക്ക് സൈഡിലേക്ക് വന്നു ലാസ്റ്റ് ഇതിനെ ഞാൻ ഈ ഹൂക്കിൽ തന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇടാം എന്നിട്ട് ഈ ഹൂക്കിൽ യാനിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരാം ഓക്കെ പിന്നെ ഈ യാനിനെ ഒന്ന് ടൈ ചെയ്യാം 1 ഒരു തവണ ആൻഡ് 2 ഓക്കെ എന്നിട്ട് ഇത് കട്ട് ചെയ്യാം
നിങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് വലിയ ബിഗ് സൈസിൻ്റെ ബോ കിട്ടിയിരുന്നു.